ഈ പുസ്തകം സഖാവ് കുഞ്ഞികൃഷ്ണൻ സമർപ്പിച്ചിരിക്കുന്നത് സഖാവ് VS-നാണ്. വൈരുദ്ധ്യാത്മകതയിലൂന്നി വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട സഖാക്കൾക്ക് പകരം ആശ്രിതരെ കൂടെ കൂട്ടുകയും കമ്മിറ്റികളിൽ തിരികെ കയറ്റുകയും ചെയ്യുന്ന കാര്യം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. സഖാവ് കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ ഈ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തിന് മുന്നിൽ അത് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവലോകനങ്ങളോ വിവരണങ്ങൾക്കോ ഒക്കെ അപ്പുറത്ത് വളരെ കൃത്യമായി വസ്തുതകൾ, കണക്കുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പരിശോധിക്കേണ്ട ചുമതല പയ്യന്നൂരിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളത് വിമർശനാത്മകമായി വസ്തുതാപരമായി പരിശോധിക്കുകയും ശരിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമേ ഞാൻ ആ കാര്യത്തിൽ ചെയ്യുന്നുള്ളൂ. കാരണം അത് വ്യക്തി ചെയ്യേണ്ട ചുമതല എന്റേതല്ല, അത് നിങ്ങളുടേതാണ്. നിങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. എന്നാൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ പറയാനേ പാടില്ല, പറയാൻ മുതിർന്നത് തന്നെ അസംതൃപ്തികമായ തെറ്റായിപ്പോയി എന്ന് പറയുന്നത്, എന്ന് വാദിക്കുന്നത് ഭയചകിതരാണ്. ഒരാൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് ആ പറയുന്ന ആളിനെ ഭയന്നിട്ടല്ല, ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരെ ഭയന്നിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന നമ്മൾ അതറിയാൻ പാടില്ല, അത് മനസ്സിലാക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്നുള്ള ഭയമാണ് ആ പറച്ചിലിനെ തന്നെ തടയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പുസ്തകം ആയാലും ഈ സമീപ ദിവസങ്ങളിൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ നടത്തിയ പ്രതികരണങ്ങളിലായാലും നമ്മൾ കാണുന്നത് അതിന്റെ ഗുണവും ദോഷവും യഥാർത്ഥത്തിൽ മിതത്വമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളെക്കാൾ അധികം പറയാൻ ബാക്കി വെച്ചവയാണ് ഉള്ളത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരവും പുസ്തകം വായിച്ചാലും ഒക്കെ നമുക്ക് തോന്നിപ്പോകും. പറയാതെ വയ്യ എന്ന ഒരു വിമ്മിഷ്ടം, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കരുതേ എന്നൊരു കരച്ചിൽ, അതൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. പക്ഷെ നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുന്നവർ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മളെ കൂടുതൽ കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ഈ പുസ്തകം സഖാവ് കുഞ്ഞികൃഷ്ണൻ സമർപ്പിച്ചിരിക്കുന്നത് സഖാവ് VS-നാണ്. വൈരുദ്ധ്യാത്മകതയിലൂന്നി വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട സഖാക്കൾക്ക് പകരം ആശ്രിതരെ കൂടെ കൂട്ടുകയും കമ്മിറ്റികളിൽ തിരികെ കയറ്റുകയും ചെയ്യുന്ന കാര്യം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. പാർട്ടി കമ്മീഷനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതിക്കാരെ വെള്ളപൂശുകയും അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യവും അദ്ദേഹം പ്രാദേശിക അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ സഖാവ് VS-ഉം കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഒരു പ്രാദേശിക വിഷയം മാത്രമല്ല എന്നാണ്. ഞാൻ പരസ്യമായി VS പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം ദുഃഖിപ്പിച്ച കാര്യം അദ്ദേഹത്തെ ടേബിളിൽ നിന്ന് ഒഴിവാക്കി
അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സത്യത്തോടൊപ്പം നിൽക്കും. സത്യത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ PB യിൽ നിന്ന് നടപടിയെടുത്തു എന്നാണ് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, എനിക്ക് ചോദിക്കാനുള്ളത്, എന്നാണ് ഈ പാർട്ടിയുടെ വഴിയും സത്യത്തിന്റെ വഴിയും രണ്ടായി പിരിഞ്ഞത്, രണ്ട് ദിശയിലേക്കായത്? ആർക്കു വേണ്ടിയാണ് അങ്ങനെ ആയത്? ഇത് ആലോചിക്കേണ്ട ചുമതല യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന, ഇടതുപക്ഷ നയങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മാത്രം മഹാൻ, ബാക്കി എല്ലാവരും മോശം എന്നുള്ള ആക്ഷേപം ആദ്യമായി സഖാവ് കുഞ്ഞികൃഷ്ണൻ കേൾക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ചോദിക്കുന്നതിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. പ്രാദേശികമായി ഒന്നോ രണ്ടോ പാർട്ടി അംഗങ്ങൾ, സഖാക്കൾ നടത്തുന്ന അഴിമതി, അതേക്കുറിച്ചൊരു പരാതി ഉയരുന്നു. അത് സമുന്നതരായ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഈ നേതാക്കന്മാർ പരിശോധിക്കുന്നു. പരിശോധിച്ച ശേഷം അവരെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു, അതിൽ തെറ്റില്ല എന്ന് കണ്ടെത്തുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതല്ലേ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഒരു സാമാന്യ വ്യക്തി വെച്ച് ആലോചിച്ചാൽ വളരെ ന്യായമായ ചോദ്യമാണ്.